രാഹുൽ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ താങ്കൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ എല്ലായ്പ്പോഴും വിമർശന വിധേയമായിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും സംശയം തോന്നിയിട്ടുള്ളത് നമ്മുടെ എല്ലാം മൗലികാവകാശമായ വസ്ത്രധാരണത്തിൽ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ താങ്കൾ ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ താങ്കൾ ആരാണ് രാഹുൽ? ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യവും വസ്ത്ര സ്വാതന്ത്ര്യവും വെച്ച് ഒരു വ്യക്തിക്ക്, ഇപ്പൊ ഹണി റോസിന് പേരെടുത്ത് തന്നെ പറഞ്ഞാൽ, കുമാരി ഹണി റോസിന് വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കും, അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കും ഉണ്ട്. ഒരാളുടെ വസ്ത്രധാരണത്തില് വിമർശനം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം നിലവാരം കുറഞ്ഞൊരു കാര്യമാണെന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ? ആ ഡ്രസ്സിന്റെ നിലവാരം എത്രമാത്രം കുറയുന്നു അത്രയും അഭിപ്രായ സ്വാതന്ത്ര്യം. എന്താണ് നിലവാരമുള്ള വസ്ത്രധാരണം? എന്താണ് നിലവാരമുള്ള അഭിപ്രായ പ്രകടനം? അതേപോലെ തന്നെയാണ് നിലവാരമുള്ള വസ്ത്രധാരണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കുറച്ചുകൂടെ വളരെ സ്പെസിഫിക്കലി പറയാം. ഇപ്പൊ ഒരു ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ റിവീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഓവർ എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സ് ഇടുകയാണെങ്കിൽ വിമർശനം ഉണ്ടാവില്ലേ? അത് ഹണി റോസിനെതിരെ ഉണ്ടാകും, അമല പോളിനെതിരെ ഉണ്ടാകും. പോട്ടെ, അല്ലെങ്കിൽ അമല പോൾ, ഈ ഹണി റോസിനെ മാത്രം പറഞ്ഞു എന്നുകൊണ്ട് അമല പോൾ നമ്മുടെ സെയിന്റ് ആൽബർട്ട്സ് തൊട്ടപ്പുറത്തുള്ള സെയിന്റ്, ആ വിഷയം കണ്ടിരുന്നല്ലോ അല്ലേ? സെയിന്റ് ആൽബർട്ട്സിൽ പോയ വസ്ത്രത്തിൽ താങ്കൾക്ക് ഒരു പ്രശ്നം തോന്നിയില്ല? ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. അല്ല, ഞാൻ പറയാം. സെയിന്റ് ആൽബർട്ട്സിൽ അമല പോൾ പോയ വസ്ത്രം വളരെ സംയമനത്തോടുള്ള വളരെ നല്ലൊരു വസ്ത്രധാരണമല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ കാണേണ്ടാത്ത അവയവങ്ങൾ അദ്ദേഹം ആ വ്യക്തി കാണിച്ചിട്ടുണ്ട്. സ്ത്രീകളും അത് ശ്രദ്ധിച്ചാൽ അല്ല, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷെ താങ്കൾ പറയുന്ന താങ്കളെ സപ്പോർട്ട് ചെയ്ത് പറയാം. കുറച്ചുകൂടെ ഇത് നിങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞാലും ഇട്ടു കുഴപ്പമില്ല. അതായത് അമല പോളിന് എനിക്ക് വലിയ ബഹുമാനവും ഇഷ്ടവും ആദരവുമാണ്. ഭയങ്കര ബ്രില്യന്റ് ആക്ട്രസ് ആണ്. പക്ഷേ ഒരു പെൺകുട്ടി അവരൊരു നൈറ്റ് ക്ലബ്ബിൽ പോവാണെങ്കിൽ ആ വസ്ത്രം നന്നായി അവർക്ക് ചേരും. അപ്പോൾ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. പക്ഷെ ഒരു കോളേജിൽ പോകുമ്പോൾ ശരീരത്തിനെ നെക്ക് ലൈൻ വളരെ താഴ്ത്തി ക്ലീവേജ് ഓവറായി എക്സ്പോസ് ചെയ്യുന്ന, താങ്കൾ നൈറ്റ് ക്ലബ്ബിൽ പോകാറുണ്ട്? ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പോകാറുണ്ട്. അവിടെ ഈ ഡ്രസ്സ് ആരും ഒന്നും പറയില്ല. അത്തരത്തിൽ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളുടെ ആ നഗ്നതാ പ്രദർശനം താങ്കൾ കാണാറുണ്ട്? അത്തരത്തിൽ വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികളെ കാണാറുണ്ട്. കോളേജിൽ പോകണം, അത്രേ ഉള്ളൂ. താങ്കൾ ഇപ്പോൾ പറഞ്ഞു നൈറ്റ് ക്ലബ്ബിൽ പോകാറുണ്ട്. ഞാൻ നൈറ്റ് ക്ലബ്ബിൽ പോകാറുണ്ട്. ഇത്തരം വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികളെ കാണാറുണ്ട്. പക്ഷേ അതൊക്കെ ആസ്വദിക്കാറുണ്ട്. തീർത്തോട്ടെ, നല്ല ചോദ്യമാണ്. എഗ്രിയാണ്. നൈറ്റ് ക്ലബ്ബിൽ പോകുന്ന ഡ്രസ്സ് വേറെ, അമ്പലത്തിൽ പോകുന്ന ഡ്രസ്സ് വേറെ, പള്ളിയിൽ പോകുന്ന ഡ്രസ്സ് വേറെ, കോളേജിൽ പോകുന്ന ഡ്രസ്സ് വേറെ. അങ്ങനല്ലേ? നിങ്ങൾക്കൊന്നും അങ്ങനല്ലേ? നിങ്ങൾ നൈറ്റ് ക്ലബ്ബിൽ പോകുമ്പോ പട്ടുസാരി എടുത്തോണ്ടാണോ പോണത്? പട്ടുസാരി എടുത്ത് പോകേണ്ട താങ്കൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം എന്നതുപോലെ തന്നെ ഹണി റോസിനും നൈറ്റ് ക്ലബ്ബിൽ പോകുന്ന ആൾക്കും അമ്പലത്തിൽ പോകുന്ന ആൾക്കും പള്ളിയിൽ പോകുന്ന ആൾക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. എനിക്കിഷ്ടമുള്ള വിമർശനം പറഞ്ഞൂടെ? എന്റെ വിമർശനം എന്റെ മൗലികാവകാശമല്ലേ? ആർട്ടിക്കിൾ 19(1) എനിക്ക് തരുന്ന മൗലികാവകാശമല്ലേ എന്ന് വേണമെങ്കിൽ പഞ്ചായത്ത് എനിക്കും ചോദിക്കാം. സത്യസന്ധമായി നമുക്ക് സംസാരിക്കണ്ടേ? എന്തുകൊണ്ട് ഞാൻ ഇനി നിങ്ങൾ മൂന്നുപേരോട് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹത്തെ വ്യക്തി ഒരേ പരിചയം കാണും. അദ്ദേഹം വളരെ സത്യസന്ധനായിട്ട് പറയുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അമല പോൾ ധരിച്ച വസ്ത്രം ശരിയല്ലെന്ന് പറയുന്നത്? ഒരു കോളേജിൽ പോകുമ്പോൾ കോളേജിന്റെ അന്തരീക്ഷത്തെ മലീമസമാക്കും. അതിനോട് താങ്കളോട് 100% വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ അടുക്കൽ പോകുമ്പോൾ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണം. മലീമസമാകുന്നതല്ല, അവരുടെ സാംസ്കാരികമായ ചുടിയാണ്. ഒരു സ്ത്രീയുടെ ക്ലീവേജ് കാണുമ്പോ അവൻ കാണിക്കുന്നതോ? ഇതിന് ഒരു വാക്കിനൊരു മറുപടി തരാമോ? ഞാൻ തിരിച്ചു ചോദിക്കാം. അവരുപയോഗിച്ച വാക്കാണ്, മാഡം ഉപയോഗിച്ച വാക്കാണ്, പേരറിയാത്തോണ്ടാണ് മാഡം എന്ന് വിളിക്കുന്നത്. അമല പോൾ അങ്ങനെ ക്ലീവേജ് കാണിക്കുന്ന വസ്ത്രം ഇടുന്നത് ശരിയാണോ? ശരിയാണോ? വിമർശിക്കുന്നത് ശരിയാണോ? അതായത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഒരു കോളേജ് എന്ന് പറയുന്ന സരസ്വതി ക്ഷേത്രത്തിൽ പള്ളിയിലച്ചന്മാരുടെ സമക്ഷം പോകുമ്പോ, വിദ്യാർത്ഥികളുടെ സമക്ഷം പോകുമ്പോ, അതായത് മൈക്രോ മിനി സ്കർട്ട് ഇട്ട് ഉള്ളിലെ കാര്യങ്ങൾ, ഉള്ളിലിടുന്ന വസ്ത്രങ്ങൾ റിവീൽ ചെയ്ത് ക്ലീവേജ് കാണിക്കുന്ന വസ്ത്രം ശരിയാണോ? ഈ ചോദ്യം തിരിച്ചു ചോദിക്കാം. മാഡം ആ ഡ്രസ് ഇടുവോ? യെസ് ഓർ നോ പറയണം. മാഡം ആ ഡ്രസ് ഇടുവോ? ഇല്ലയോ? യെസ് ഓർ നോ? ഓടിപ്പോ
യെസ് ഓർ നോ? ഡ്രസ് ഇടുന്നത് എന്റെ കംഫർട്ട് Yes or no? ഡ്രസ് ഇടുന്നത് എന്റെ കംഫർട്ട് നോ അനുസരിച്ചാണ്. എന്നാണ് എൻ്റെ ഉത്തരം. അല്ല, ഈ ടോപ്പിക്ക് തുടരാൻ ശാരിക തുടരുന്നുണ്ടെങ്കിൽ സംസാരിക്കാം. ഞാൻ അതിനോട് താങ്കളുടെ ആ വിദ്യാലയങ്ങളിൽ വ്യക്തമായി നല്ല രീതിയിൽ മറച്ചുകൊണ്ടുള്ള വസ്ത്രം ഇടണമെന്ന് താങ്കളുടെ അഭിപ്രായത്തോട് 100% യോജിക്കുന്ന ആളായിട്ടാണ് താങ്കളുടെ സത്യസന്ധതയെ ഇപ്പൊ റെക്കോർഡ് ചെയ്യാം. ഇപ്പൊ നമ്മള് സത്യസന്ധതയെ ബഹുമാനിക്കുന്നു. എന്തും പറയാന്നുള്ളതല്ല. അല്ല, അവിടെയാണ് താങ്കൾ ആരാന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഒരു മാസ്ക് വെച്ചിരിക്കുകയാണ്. ആ സത്യസന്ധതയെ ബഹുമാനിക്കുന്നു. പലപ്പോഴും നമ്മൾ ആണുങ്ങൾ പൊളിറ്റിക്കലി കറക്റ്റ് ആകാനും സ്ത്രീകളുടെ കയ്യടി നേടാനും സ്ത്രീകളെക്കാൾ കൂടുതൽ ഫെമിനിസ്റ്റ് അഭിനയിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആവശ്യമില്ല. അപ്പം അദ്ദേഹം ആരാന്നറിയില്ല, ഇനിയും ഞങ്ങൾ തർക്കിക്കും. വേറൊരു വിഷയത്തിൽ അദ്ദേഹം ഞാൻ അദ്ദേഹത്തെയും കൊടുക്കാൻ ശ്രമിക്കാനും സത്യസന്ധതയെ ബഹുമാനിക്കും. എനിക്കതിൽ എതിരഭിപ്രായമുണ്ട്. അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചു പോകുന്നതിൽ എന്താണ് തെറ്റ്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പറയുന്ന കോളേജിലേക്ക് ജൂലിയ റോബർട്ട്സ് ആണ് വരുന്നതെങ്കിൽ അവർ ഇങ്ങനത്തെ ഡ്രസ്സല്ലേ ധരിക്കുള്ളൂ, അപ്പൊ എന്ത് പറയും രാഹുൽ? ഈ ഏതെങ്കിലും വിദേശികൾ ഇത്തരം വസ്ത്രങ്ങൾ ഇട്ട്, നമ്മൾ പലപ്പോഴും ഉള്ള തെറ്റിദ്ധാരണകളാണ്, വിദേശികൾ കോളത്ത് പോകുമ്പോൾ ബിക്കിനി ഇടും, പക്ഷെ അവർ നല്ലൊരു പാർട്ടിക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു പരിപാടി ബിക്കിനി ഇടില്ല. എന്തുകൊണ്ടാണ്? കോൺടെക്സ്റ്റുവലാണ് ഡ്രസ്സിംഗ്. അവിടുത്തെ പുരുഷന്മാർക്ക് നമ്മുടെ നാട്ടിൽ എത്രയോ വിദേശികളും മറ്റും പ്രധാന പരിപാടികൾക്ക് വരുന്നു. മാന്യമല്ലാതെ വസ്ത്രം ധരിക്കുന്ന ഒരു വിദേശി കുറച്ചുകൂടെ കൃത്യമായി മാന്യതയുടെ നല്ലൊരു സ്ത്രീ ശരീരങ്ങൾ കുറച്ചുകൂടെ മോഹം ആരാന്ന് എനിക്കറിയില്ല, എന്താ പറയുക, അതുകൊണ്ട് വളരെ ഓപ്പണും റെസ്പെക്ട്ഫുൾ ആയി പറയാൻ. ആണിന്റെ ശരീരത്തിലും സ്ത്രീയുടെ ശരീരത്തിലും നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ മറയ്ക്കേണ്ട ഭാഗങ്ങൾ മറച്ചുകൊണ്ട് വസ്ത്രം ധരിക്കണം. അപ്പൊ ഒരു ചോദ്യം കൂടെ ഉണ്ടാവും, എന്താണ് ഈ മറക്കേണ്ട ഭാഗങ്ങൾ? അതിനും കൂടെ ഉത്തരം പറഞ്ഞിട്ട് ഞാൻ വരാം. മറക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സ്, പെൺകുട്ടികളുടെ ടോപ്പ് പാർട്ടും ബോട്ടം പാർട്ടും, ആൺകുട്ടികളുടെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താണ്? എന്റെ കൈകളിലാണോ ഇന്റലക്ച്വൽ സത്യസന്ധതയില്ലായ്മയാണ്. എന്റെ കൈവെള്ളയാണോ പ്രൈവറ്റ് പാർട്ട്? നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. കള്ളങ്ങൾ നമ്മുടെ പിള്ളേരെ പറഞ്ഞു കൊടുക്കും. നമ്മൾ സ്കൂളിൽ നിന്ന് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിക്കുന്നില്ലേ? പ്രൈവറ്റ് പാർട്ട് പഠിപ്പിക്കുന്നില്ലേ? ഈ പ്രൈവറ്റ് പാർട്ട് എന്താ അറിഞ്ഞൂടെ? താങ്കൾക്ക് അറിഞ്ഞൂടെ? തോന്നി കേട്ടോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ആ പ്രൈവറ്റ് പാർട്ട് കാണിച്ച് എക്സ്പോസ് ചെയ്തു എന്നുള്ള രീതിയിൽ താങ്കൾ പറയുന്നുണ്ടല്ലോ. എന്ന രീതിയിലല്ല, എന്ന് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. അത് സ്ത്രീകളുടെ കാര്യം പറഞ്ഞു. അപ്പൊ നാട്ടിൻ പുറത്ത് കുറെ കൊച്ചാട്ടന്മാരാണ് മുണ്ടും മടക്കി കുത്തിയിട്ട് മണ്ടയ്ക്ക് വരെ കയറ്റിട്ട് തുടയം കാണിച്ചു നടക്കുന്നുണ്ട്. അതൊന്നും അവിടെ ഈ പറഞ്ഞ വളരെ നന്നായ ചോദ്യം റേസ് ചെയ്ത് 100% തെറ്റാണ്. അത് എന്തുകൊണ്ടാണ്? താങ്കളുടെ ഉള്ളിലും അത് ഉള്ളതുകൊണ്ടാണ്. അതായത് താങ്കൾ ഇപ്പം പറയുന്നത് എന്താ, അങ്ങനെ ആണ് തെറ്റ് ചെയ്യുമ്പോൾ ആരും ചോദ്യം ചെയ്തില്ലല്ലോ. അല്ല, അത് കറക്റ്റാണ്. അല്ലല്ല, താങ്കൾ പറഞ്ഞത് സത്യമാണ്. അതായത് പലപ്പോഴും നമ്മുടെ സിനിമയിലടക്കം ആണുങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷന്മാർ നമ്മുടെ അമ്പലപ്പറമ്പുകളിൽ പല വേദികളിലും അങ്ങനെ മോശമായി ശരീരത്തിന്റെ ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ പലപ്പോഴും നമ്മൾ കോൾ ഔട്ട് ചെയ്യാറില്ല. ഇത് നമ്മുടെ ഒരു പ്രശ്നമാണ്. അതായത് പലപ്പോഴും ഞാൻ സ്ത്രീകളോട് അംഗീകരിക്കുന്ന ഒരു കാര്യം, പുരുഷൻ തെറ്റ് ചെയ്താൽ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാർ കുറവാണ്. ഒരു സ്ത്രീയുടെ സൗന്ദര്യം പുരുഷൻ ആസ്വദിക്കുന്നത് ഒരു തെറ്റല്ല. പക്ഷെ കാണുന്ന എല്ലാ സ്ത്രീകളുടെ അടുത്ത് അവരുടെ വസ്ത്രധാരണം കണ്ടിട്ട് ലൈംഗിക ഉത്തേജനം തോന്നുന്നത് അത് വേറെന്തോ അസുഖമാണ്. താങ്കൾക്ക് ഹണി റോസിന്റെ വസ്ത്രധാരണം കണ്ടിട്ട് അതേ ലൈംഗിക ഉത്തേജനം വളരെ പോയിന്റഡ് അല്ലേ? ആസ്വദിക്കുന്നതും ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നത് രണ്ടല്ലേ? ശരി ശരി, താങ്കൾ അതിനെ ആസ്വദിക്കുമോ? ആസ്വദിച്ച് ഉത്തേജനം ഉണ്ടാവോ ഇല്ലയോ? സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിൽ ഈ സ്ത്രീകളൊന്ന് ജനറലൈസ് ചെയ്യുന്ന എന്തിനാ? അമല, താങ്കൾ സെയിന്റ് ആൽബർട്സിലെ ഒരു വിദ്യാർത്ഥിയാണ്. അതെന്റെ മുന്നേ കൊണ്ട് നിർത്താം. അപ്പൊ ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു താങ്കൾ കണ്ടില്ലേ? ആ വിഷ്വൽസ് ഒന്നും കണ്ടില്ല? ഞാൻ കണ്ടില്ല. കണ്ടതെല്ലാം ഒരു ചർച്ചയ്ക്ക് അതൊന്നും പഠിക്കണ്ടേ? ഇനി രണ്ട്. അപ്പൊ താങ്കൾ അതിന് ഉത്തരം പറയുന്നില്ല, ശ്രദ്ധിച്ചാൽ. ഇനി ഇദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാം. ഇദ്ദേഹം ഒരു ഉത്തരം പറയുന്നുണ്ട്. അത് ശരിയോ? ഒരു കാര്യം കൂടെ താങ്കൾ നേരത്തെ പറഞ്ഞായിരുന്നു, സ്ത്രീകളുടെ ഇതേ കാണുമ്പോഴത്തേക്കിന് വസ്ത്രധാരണം കണ്ടിട്ട് ലൈംഗിക ഉത്തേജനം പുരുഷന്മാർക്ക് തോന്നുന്നതായിട്ടാന്നൊക്കെ. വസ്ത്രധാരണം ഇല്ലായ്മ കണ്ടിട്ട് പറയട്ടെ, എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ. അങ്ങനെയെങ്കിൽ ഇവിടെ എറണാകുളത്ത് തന്നെയാണെങ്കിൽ ഒരു കൊച്ചു കുറ്റിനെയാണെങ്കിൽ അസുഖാക്കല എന്ന് പറയുന്ന മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് അത് എന്ത് വസ്ത്രധാരണത്തിന്റെ പേരിലാണ്? അയാൾ പെർവോർട്ടായതുകൊണ്ടാണ്. അങ്ങനെ പെർവോർട്ടുള്ള സ്ഥലത്ത് എഴുതിയിൽ എണ്ണ ഒഴിക്കുകയാണോ ചെയ്യേണ്ടത്? അപ്പൊ അവിടെ വസ്ത്രമല്ല പ്രശ്നം. താങ്കൾ ഉത്തരം പറയാത്തോണ്ട് ഇദ്ദേഹത്തോട് ചോദിക്കാം. ഇനി താങ്കൾ ഉത്തരം പറയാത്തോണ്ട് ഇദ്ദേഹത്തോട് ചോദിക്കാം. യെസോ നോയോ ഇപ്പോൾ പറഞ്ഞോ? ശരി, ഞാൻ താങ്കൾക്ക് ഒരു മിനിറ്റ് തരാം. ഉത്തരം പറയാം. യെസോ നോ പറയാമോ? ഒരു മിനിറ്റിൽ പറഞ്ഞോളൂ. എന്തിനാണ് കാര്യം എന്താ? താങ്കൾക്ക് പറയാനുള്ള പേടി,
ഇത് കാരണമല്ലേ കഴിഞ്ഞാൽ എനിക്ക് കാണുന്ന എല്ലാ സ്ത്രീകളുടെ വസ്ത്രധാരണം കാര്യമില്ലല്ലേ യെസ് എന്ന് കമ്മിറ്റ് ചെയ്യാനോ നോ പറയാനോ എന്തിനാ മടി താങ്കൾ വിഷ്വൽസ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എടുത്ത് കാണിക്കാം താങ്കൾക്ക് അമല പോളിന്റെ ആ വസ്ത്രധാരണം കാണുമ്പോൾ താങ്കൾക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ താങ്കൾക്ക് അങ്ങനെയാണെങ്കിൽ ലൈംഗിക എന്തോ രോഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ എന്ത് പറയും? ഞാൻ തിരിച്ച് മറുപടി പറയും, താങ്കൾക്ക് ഉത്തേജനം ഉണ്ടായില്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു ഡോക്ടറെ പോയി കാണണം, എളുപ്പം ട്രീറ്റ് ചെയ്യണം, പെട്ടെന്ന് ശരി. ഇനി രണ്ട്, ഇത് കാണുന്ന ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഇനി എന്റെ മറുപടി ഇത് കാണുന്ന ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഉണ്ടാകുമെങ്കിൽ താങ്കൾ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നില്ലെങ്കിൽ പുള്ളിയുടെ ശരീരത്തിന്റെ കുഴപ്പമാണ്. ലൈംഗിക ഉത്തേജനം അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ലെങ്കിൽ പുള്ളിയുടെ ശരീരത്തിന്റെ കുഴപ്പമാണ്. ഇനി ഞരമ്പുകളില്ലാത്തതിന്റെ പ്രശ്നമാണ്. പുള്ളിക്ക് ഞരമ്പുകളില്ലാത്തതിന്റെ പ്രശ്നമാണ്. ഇനി ഞാൻ തിരിച്ച് മാഡത്തിന് കണ്ടിട്ടാണെന്ന് പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നത്? ഇതേപോലെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണമെങ്കിൽ ഇഷ്ടമുള്ള വിമർശനം കേൾക്കേണ്ടി വരും. അമലാപ്പോളിന്റെ വസ്ത്രധാരണത്തിന് എന്തോ ആവാൻ ബാക്കിയുള്ളവർ മിണ്ടിക്കൂടി. അമലാപ്പോളിന് പെർവേർട്ടിന് വസ്ത്രം ഇടാവോ? എന്താണ് താങ്കൾ പറഞ്ഞ പറയുന്നു ഇത് കാണുമ്പോൾ അത് നമ്മൾ സ്വാതന്ത്ര്യമില്ലേ? ഒരാളുടെ വസ്ത്രസ്വാതന്ത്ര്യത്തെ എന്ത് അധികാരത്തിലാണ് നമ്മൾ വിമർശിക്കേണ്ടത്? എന്തുകൊണ്ട് പറ്റില്ല? അഭിപ്രായ സ്വാതന്ത്ര്യം ഒരാളുടെ പേഴ്സണൽ കാര്യത്തിലല്ലോ. അമലാപ്പോളിന് വസ്ത്രധാരണ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ വിമർശന സ്വാതന്ത്ര്യവും എനിക്കില്ലേ? ആ വിമർശനം 100% താങ്കൾക്കുണ്ട്. അതായത് ഞാൻ എന്നോടാണ് ചോദ്യം, ഞാൻ കൺക്ലൂഡ് ചെയ്തോട്ടെ. അതായത് താങ്കൾ പറഞ്ഞു വിമർശന സ്വാതന്ത്ര്യം എന്ന്, അത് 100% അംഗീകരിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞ വിദ്യാലയത്തിൽ പോകുമ്പോൾ കൃത്യമായിട്ട് വസ്ത്രം ധരിക്കണമെന്ന് താങ്കളുടെ അഭിപ്രായത്തോട് 100% യോജിച്ച ആളാണ് ഞാൻ. പക്ഷെ താങ്കൾ പറഞ്ഞൊരു ചോദ്യം, താങ്കൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. താങ്കൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് അമലാപോളിന്റെ ക്ലേവേജ് കാണുമ്പോൾ നിങ്ങൾക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമെന്ന് ചോദിച്ചു. എനിക്കുണ്ടാകില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ താങ്കൾ എടുത്ത വായിക്ക് താങ്കൾ പറഞ്ഞ മറുപടി, തനിക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നത് താങ്കൾ അർജന്റായിട്ട് ഒരു ആശുപത്രിയിൽ പോകണം, ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നാണ് താങ്കൾ പറഞ്ഞു. ഞാനപ്പോ താങ്കളോട് തിരിച്ചു ചോദിക്കുകയാണ്, ഒരു 30 സെക്കൻഡ് എനിക്ക് ഉണ്ടാവും, ഞാൻ കൺക്ലൂഡ് ചെയ്യാം. താങ്കൾ ചോദിച്ചതിന് താങ്കളോട് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, താങ്കൾക്ക് ഇങ്ങനെ അമലാപോളിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ത്രീകളുടെ ക്ലവേജ് കാണുമ്പോൾ താങ്കൾക്ക് ആ നിന്ന നിപ്പിൽ, അതിപ്പം താങ്കളിപ്പോ ബാത്റൂമിലാണെങ്കിൽ ബാത്റൂമിൽ, താങ്കളിപ്പോ ബസ്സിൽ പോവുകയാണെങ്കിൽ ബസ്സിൽ, താങ്കൾ കാറിൽ പോകണമെങ്കിൽ ക്ലവേജ് കണ്ടുകൊണ്ട് താങ്കൾക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ താങ്കൾക്ക് ഞരമ്പ് രോഗമാണ് അല്ലെങ്കിൽ താങ്കൾക്ക് എന്തോ ലൈംഗിക ശേഷിയുടെ ഉദാഹരണം കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു. താങ്കൾ എന്ത് പറയും? ഇനി മറുപടി. അങ്ങനെ ക്ലീവേജ് കാണുമ്പോഴോ പെൺകുട്ടി അല്ല എനിക്ക് 30 സെക്കൻഡ് തന്നുള്ളൂ. താങ്കൾ 15 സെക്കൻഡ് തരാമോ? താങ്കൾ പറയുന്നു അതിനുശേഷം 30 സെക്കൻഡ് വേണ്ടത്. 100% താങ്കൾ സംസാരിക്കുന്നതിന് കൃത്യമായ മറുപടി എഴുതാൻ എന്റെ ആയുഷ്കാല സാധനം ഉണ്ട് എന്റെ. അപ്പൊ താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്, താങ്കൾ പറഞ്ഞു ലൈംഗിക ഉത്തേജനം ഉണ്ടാകാത്ത ആളാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് പോയി ആശുപത്രിയിൽ കണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, താങ്കൾക്ക് ഞരമ്പ് രോഗമാണ് എന്ന് താങ്കളോട് ഞാൻ ചോദിച്ചു. അപ്പോ താങ്കൾ പറയുന്നതിനകത്ത് എന്താണ് അതിനകത്ത് ഒരു യാഥാർത്ഥ്യമുള്ളത്? 22 സെക്കൻഡായി. ഇതേ 22 സെക്കൻഡ് തിരിച്ചു പറഞ്ഞോളൂ. അങ്ങനെ പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങൾ കണ്ടിട്ട് താങ്കൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലെങ്കിൽ താങ്കൾക്ക് ഞരമ്പുകൾ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം. അവിടെയാണ് പുരുഷന്മാരുടെ ലൈംഗികത വൈൽഡുമാണ് എന്ന തിരിച്ചറിവ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്തത്. അവിടെയാണ്
പറയാണ് പുരുഷന്റെ കണ്ണിന് മാന്യത വേണം, സ്ത്രീയുടെ വസ്ത്രത്തിന് മാന്യത വേണമെന്ന് വിശുദ്ധ പുസ്തകങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്റെ ലൈംഗികത താങ്കൾക്ക് എങ്ങനെ? എന്റെ ലൈംഗികത താങ്കൾ കണ്ടോ? എന്റെ ബെഡ്റൂമിലെ ലൈംഗികത താങ്കൾ കണ്ടോ? ബെഡ്റൂമിലെ ലൈംഗികതയല്ല, പുരുഷന്റെയും സ്ത്രീയുടെയും ലൈംഗികത ബ്രെയിനിലാണ്, ബെഡ്റൂമിലല്ല. ഈ ലൈംഗികത ബ്രെയിനിലാണ്. ആ ബ്രെയിനിൽ താങ്കൾക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ എനിക്കും ഉണ്ടാകണമെന്ന് താങ്കൾ നിശ്ചയിക്കാൻ താങ്കൾ ആരാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾക്ക് അങ്ങനെ ബ്രെയിനിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ പെട്ടെന്നൊരു ട്രീറ്റ്മെന്റ് എടുക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. അത് അവന്റെ താങ്കൾ ട്രീറ്റ്മെന്റ് എടുക്കണം ഞാൻ പറഞ്ഞാലോ? എന്തിനാണ്? കാര്യം ഇതാണ് സ്വാഭാവികം, ഇതാണ് സഹജം. ലൈംഗികത അളക്കാനുള്ള മെഷീൻ താങ്കളുണ്ടോ? മറ്റുള്ളവരുടെ ലൈംഗികത അളക്കാനുള്ള മെഷീൻ കൊണ്ടാണ് താങ്കൾ ഒരിക്കലുമല്ല. പക്ഷേ മറ്റുള്ളവർക്ക് ലൈംഗികത ഇല്ലെന്ന് താങ്കൾ പറയുന്നത് താങ്കളോട് കള്ളം പറയുകയാണ്. രാഹുലീഷ് പറഞ്ഞു വരുന്നത് എല്ലാ പുരുഷന്മാരും പെർവേർട്ടുകളാണ്, ഈ ഫ്ലോറിൽ നിൽക്കുന്ന പുരുഷന്മാരടക്കം എല്ലാവരും എന്താണ് കാര്യങ്ങൾ പറഞ്ഞു? ഇതിനെയാണ് സ്ട്രോമാൻ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അതായത് പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറയാത്ത കാര്യത്തെ നിഷേധിക്കാൻ നോക്കുന്നതിന് അർത്ഥമില്ല. യഥാർത്ഥത്തിൽ എല്ലാം ഇനി എല്ലാ പുരുഷന്മാരുടെയാണ് കേട്ടോ. സാർ ഒരു മിനിറ്റ് ചേച്ചി. അപ്പൊ താങ്കൾ പറയുന്നതിനോട് 100% ഞാൻ കൃത്യമായ മറുപടി താങ്കൾ തന്നുകൊണ്ട് ഉറച്ച വിശ്വാസത്തിൽ തന്നെ നമ്മുടെ ചാനലിന്റെ ഇത് മാനിച്ചുകൊണ്ട് ഞാൻ ഇത് അഴിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, താങ്കൾ പറഞ്ഞ ആ നിലപാടിനോട് ഒരു ലെവലേഷൻ യോജിപ്പില്ല. താങ്കളാണ് മുഖംമൂടി ഇട്ടിരിക്കുന്നത്. ആദ്യം യോജിച്ചത് താങ്കളാണ്. അമല പോളിന്റെ വിഷയത്തിൽ ആദ്യം യോജിച്ചത് താങ്കളാണ്. ഞാൻ അത് 100%. കാരണം യോജിക്കേണ്ടതിനോട് യോജിക്കുകയും യോജിക്കേണ്ടാത്തതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതാണ് എന്റെ വ്യക്തിത്വം. കാരണം അല്ലാതെ അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല ജീവിതത്തിൽ, അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞ ആ പോയിന്റോട് വിദ്യാലയങ്ങളിൽ പോകുമ്പോൾ കൃത്യമായിട്ട് വസ്ത്രം ധരിക്കണം. അത് തന്നെയാണ് കുട്ടികൾ കാണുന്നത്. ഇവർ ചോദിച്ചാലോ എന്തിനാണ്? ഇവർ ചോദിച്ചാലോ എന്തിനാണ്? ഈ വിദ്യാർത്ഥികൾ കണ്ട എന്താ പ്രശ്നം എന്ന് ചോദിച്ചാലോ? ഞാൻ ചോദിക്കില്ല, അവർ ചോദിച്ചാലോ? അവരോട് യോജിക്കുന്നത്. അപ്പൊ കൃത്യമായ മറുപടി ഉണ്ട്. വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയാണ്. അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ അനുസരിച്ച് നമുക്കൊരു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. സംസ്കാരം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ താങ്കൾ പറയുന്ന കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം.